السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين والعاقبة للمتقين وعلى آله وصحبه أجمعين. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജുമുഅയും ഇഅ്തികാഫും നോമ്പും സൽക്കർമ്മങ്ങളും സദഖയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമദാൻ മാസം വിട പറയാൻ ഒരുങ്ങി നിൽക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് പരിശുദ്ധ റമദാനിന്റെ 27, നാളെ 28, മറ്റന്നാൾ 29 കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് പരിശുദ്ധ റമദാനിന് നമുക്ക് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ചുരുക്കി പറഞ്ഞാൽ റമദാൻ നോമ്പ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത് മണിക്കൂറുകൾ മാത്രമാണ്. കേവലം 2 ദിവസമാണ് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത്. ഞായറാഴ്ച ദിവസം പിറ കണ്ടു കഴിഞ്ഞാൽ തിങ്കളാഴ്ച ചെറിയ പെരുന്നാളാണ്, അതല്ലെങ്കിൽ 30 പൂർത്തിയാക്കി ചൊവ്വാഴ്ച ചെറിയ പെരുന്നാളാണ്. അഥവാ 2-3 ദിവസം മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യങ്ങളുടെ പൂക്കാലമായി നമുക്ക് ഒരുപാട് പ്രതിഫലം ലഭ്യമാകാൻ റഹ്മത്തിന്റെയും മഗ്ഫിറത്തിന്റെയും നരകമോചനത്തിന്റെയും സ്വർഗപ്രവേശനത്തിന്റെയും കവാടങ്ങൾ പാടത്തുറന്ന് നമുക്ക് നൽകിയതായ പരിശുദ്ധ റമദാൻ നമ്മിൽ നിന്ന് വിട പറയുകയാണ്. അടുത്ത വർഷം ഈ പരിശുദ്ധ റമദാനിൽ ഇതുപോലെ പള്ളി കത്തിരിപ്പിച്ചു കൂടാൻ നമ്മളിൽ ആരെല്ലാം ഉണ്ടാകുമോ എന്നറിയില്ല. ഇന്ന് നമുക്കറിയാം, കഴിഞ്ഞ റമദാൻ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മുടെ പള്ളിയിലില്ല, നമ്മുടെ കുടുംബത്തിലില്ല, സഹപാഠികളില്ല, സുഹൃത്തുക്കളിലില്ല, നമ്മുടെ നാടുകളിലില്ല, മഹല്ലുകളിലില്ല. അവരെല്ലാം അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിയവരാണ്. ഇനിയുള്ള ദിവസങ്ങൾ നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പും തറാവീഹ് ഇഫ്താർ മറ്റെല്ലാം സ്വീകരിക്കപ്പെടാൻ വേണ്ടിയുള്ള പ്രാർത്ഥന നമുക്ക് നന്നായി വേണം. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നോമ്പ് വഴി വെച്ചിട്ടുള്ള ദുനിയവിയും ഉഖ്റവിയുമായ എല്ലാ വിജയ പുരോഗതിയും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് അവസാനത്തെ വെള്ളിയാഴ്ച എന്ന നിലക്ക് ലോകത്തെ എമ്പാടുമുള്ള പള്ളി മിമ്പറുകളിൽ നിന്ന് പരിശുദ്ധ റമദാൻ യാത്രാമൊഴി നേരുന്ന ദിവസമാണ്, സലാം പറയുന്ന ദിവസമാണ്. അസ്സലാമു അലൈക യാ ശഹ്റ റമദാൻ. പരിശുദ്ധ റമദാനിനോട് വിട പറയുകയാണ്. യഥാർത്ഥത്തിൽ ഈ സലാം പറയും റമദാൻ മാസം അവസാനിക്കുന്നു എന്നതിന്റെ വിളംബരമാണ്. വിശ്വാസ സംബന്ധിച്ചിടത്തോളം ഹൃദയവേദനയോടെയാണ് ഈ സലാം കേൾക്കുന്നത്. സത്യത്തിൽ റമദാൻ എന്ന പുണ്യമാസം പെട്ടെന്ന് നമ്മിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ്. സൗഭാഗ്യത്തിന്റെ പുണ്യനാൾ അവസാനിക്കുകയാണ്. ചിന്തിച്ചാൽ എല്ലാം വളരെ പെട്ടെന്നാണ് സംഭവിക്കുന്നത്. ഇന്നലെ എന്നതുപോലെയാണ് പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് കടന്നു വന്നത്. എത്ര പെട്ടെന്നാണ് ഈ 10-27 ദിവസം നമ്മൾ നിന്ന് കഴിഞ്ഞു പോയത്. ഇപ്പോഴിതാ വിടവാങ്ങുന്നു. യഥാർത്ഥത്തിൽ സമയത്തിന്റെ ഈ അതിവേഗ സഞ്ചാരം വഴി ഓടിത്തീരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കണക്കാക്കിയതായ ആയുസ്സാണ്. നമ്മുടെ ജീവിതം ഓടിത്തീർന്നത് എത്രയാണെന്ന് നമുക്കറിയാം. നമ്മൾ എന്നാണ് ജനിച്ചത് എന്ന് നമ്മൾ കണക്ക് കൂട്ടിയാൽ കിട്ടും. എത്ര രാത്രി നമ്മൾ ഉറങ്ങിയിട്ടുണ്ട്, എത്ര പകലിൽ നമ്മൾ ഉറങ്ങിയിട്ടുണ്ട്, എത്ര ദിവസം നമ്മൾ ജോലിക്ക് പോയിട്ടുണ്ട്, എത്ര യാത്ര ചെയ്തിട്ടുണ്ട്, എത്ര കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കണക്ക് കൂട്ടിയാൽ ലഭിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇനി എത്ര ഓടാനുണ്ട്, ഇനി നമ്മുടെ ജീവിതത്തിൽ എത്ര ഓടാനുണ്ട്, എത്ര തൊഴിൽ ചെയ്യണം, എത്ര ഭക്ഷണം കഴിക്കണം, എത്ര യാത്ര ചെയ്യണം, എത്ര ഉറങ്ങണം, എത്ര ഉണരണം, എത്ര ഖുർആൻ ഓതണം, എത്ര ഇഅ്തികാഫിരിക്കണം എന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയൂല. കഴിഞ്ഞ നമുക്ക് കണക്കാക്കാം, പക്ഷെ വരാനിരിക്കും നമുക്ക് സാധ്യമാകൂല. ഇനി എത്ര ഓടാനുണ്ട്, ഇനി എത്ര മിച്ചമുണ്ടെന്ന് അറിയില്ല. അത് റബ്ബിന്റെ കയ്യിലാണുള്ളത്. കഴിഞ്ഞ ബറാഅത്തിന് ശേഷം മലക്കുകളുടെ കൈമാറിയ ലിസ്റ്റിൽ നമ്മിൽ ആരൊക്കെയുണ്ട് എന്ന് നമുക്കറിയില്ല. നമ്മുടെ മഹല്ലത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് നമുക്കറിയില്ല. നമ്മുടെ സുഹൃത്തുക്കൾ ആരൊക്കെ ഉണ്ടെന്നറിയില്ല. അല്ലാഹുവിന്റെ വിളി വന്നാൽ അവിടെ ചെറുപ്പ വലുപ്പമില്ല, ആരോഗ്യമുള്ളവനും രോഗമുള്ളവനും എന്ന വ്യത്യാസമില്ല, ആലിമെന്നോ ജാഹിലെന്നോ വ്യത്യാസമില്ല, പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ല, ആണാണോ പെണ്ണാണോ
പ്രയാസമില്ല. അള്ളാന്റെ വിളിക്ക് സമയമായാൽ നമ്മളൊക്കെയും ഈ ദുനിയാവിൽ നിന്ന് പോകേണ്ടവരാണ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ, ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലാണുള്ളത് ഇൽമുസ്സാഅ, എന്നാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്നുള്ള ആ അറിവ് അത് അല്ലാഹുവിൽ മാത്രമാണ്. ദുനിയാവിയായ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്ത ഹബീബായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു എന്നല്ലാതെ എന്ന് സംഭവിക്കും, അതിന്റെ ഡേറ്റിംഗ് എത്രത്തോളം ഖിയാമത്ത് നാളിലേക്ക് ഉണ്ട് എന്ന് നമ്മൾ സൂചന നൽകിയിട്ടില്ല. പക്ഷേ അല്ലാഹു റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച എല്ലാ ചെറിയ ചെറിയ അനുഗ്രഹങ്ങളും ചെറിയ ചെറിയ അടയാളങ്ങളും ഇന്ന് ഭൂമിയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശ്രീലങ്ക പ്രവേശനം വരുന്നു, ഫലസ്തീനിൽ അതാ അല്ലാഹു റസൂൽ പഠിപ്പിച്ചതല്ലേ, അവസാന കാലം വെട്ടം വരുമ്പോ ഫലസ്തീൻ ആക്രമിക്കപ്പെടുമെന്ന് നമ്മൾ പഠിപ്പിച്ചതല്ലേ. അതുപോലെ തന്നെ മദ്യവും മയക്കും മരുന്നും മഞ്ചാവും തുടങ്ങിയതായ ലഹരി പദാർത്ഥങ്ങളുടെ വിപണനം വർദ്ധിക്കുമെന്ന് അല്ലാഹു റസൂൽ പഠിപ്പിച്ചതല്ലേ. ഇങ്ങനെ അല്ലാഹുവിന്റെ ഹബീബായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന എന്തെല്ലാം ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളുണ്ടോ, വലിയ അടയാളങ്ങൾ ഒഴിച്ച് മറ്റെല്ലാം ഇവിടെ ദുനിയാവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇമാം മഹദിയുടെ വരവോടുകൂടി വലിയ അടയാളങ്ങളുടെ തുടക്കമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നമുക്ക് നൽകിയ ആയുസ് കൊണ്ട് ആഖിറം രക്ഷപ്പെടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു പറയുന്നു, ഖിയാമത്ത് നാളിനെ കുറിച്ചുള്ള അറിവ് അത് അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ. വയനസ്സുലുൽ ഗൈസ, മഴയെ അല്ലാഹു വർഷിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. മഴയെ വർഷിപ്പിക്കുന്നത് എത്ര തുള്ളി വർഷിപ്പിക്കണം, എപ്പോഴൊക്കെ വർഷിക്കണം, ഏതൊക്കെ സമയത്ത് വർഷിക്കണം, എവിടെയെല്ലാം എത്ര അതിന് എത്ര കൃഷി ഉണ്ടാവണം, എത്ര വെള്ളം കുടിക്കണം, ഇതൊക്കെയും കണക്കാകുന്നവൻ അല്ലാഹുവാണ്. ഒരു ഗർഭസ്ഥ ശിശുവിന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നവൻ അല്ലാഹുവാണ്. കേവലം ആണാണോ പെണ്ണാണോ എന്ന് മാത്രമല്ല, അവന്റെ ആയുസ്സും അവന്റെ ജനനവും അവന്റെ മരണവും അവന്റെ കാഴ്ചപ്പാട് അവന്റെ സ്വഭാവവും അവന്റെ പെരുമാറ്റവും അവന്റെ സമ്പത്തും അവന്റെ കുടുംബവും അവന്റെ നാടും വീടും എല്ലാം അറിയുന്നവൻ അല്ലാഹു മാത്രമാണല്ലോ. ഇതൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, ഒരു ശരീരത്തിനും അറിയാൻ കഴിയില്ല, ഒരു ശരീരത്തിനും ഉറപ്പിക്കാൻ കഴിയില്ല, അവർക്ക് ചെയ്യാൻ സാധ്യമല്ല. പല പ്ലാനിങ്ങുകളും നമുക്കുണ്ടാവാം, പല തീരുമാനങ്ങളും നമുക്കുണ്ടാവാം, പക്ഷേ നാളെ എന്ത് ചെയ്യുമെന്ന് ഒരു ശരീരത്തിനും പറയാൻ സാധ്യമാകില്ലെന്ന് പരിശുദ്ധ ഖുർആൻ. മാത്രമല്ല, വമാ തദ്രീ നഫ്സും ബിഅയ്യി അർദിൻ തമൂത്, ഏത് ഭൂമിയിൽ വെച്ചിട്ടാണ് അവൻ മരിക്കുക, എവിടെ വെച്ചിട്ടാണ്, പള്ളിന്റെ ഉള്ളിൽ വെച്ചിട്ടാണോ, അതിന് യാത്ര ചെയ്യുമ്പോൾ വാഹനത്തിൽ വെച്ചിട്ടാണോ, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ വെച്ചിട്ടാണോ, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് വെച്ചിട്ടാണോ, കൃഷിയിടത്തിൽ വെച്ചിട്ടാണോ, അങ്ങാടിയിൽ വെച്ചിട്ടാണോ, വീടിന്റെ ഉള്ളിൽ വെച്ചിട്ടാണോ, കുടുംബങ്ങളോടൊപ്പം ഒത്തൊരുമിച്ചുകൊണ്ടാണോ, അതെല്ലാം വെള്ളത്തിലാണോ, ഇതൊന്നും ഒരാൾക്കും അറിയുന്ന കാര്യമില്ല. അവൻ എവിടെ വെച്ച് മരിക്കുമെന്ന് അവനറിയൂല, അറിയാൻ സാധ്യമല്ല. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, തീർച്ചയായും എല്ലാം നിരീക്ഷിച്ച് സൂക്ഷിച്ചറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. എല്ലാം റബ്ബിന്റെ മുമ്പിലാണ് നമുക്കുള്ളത്. പക്ഷേ നമുക്കൊന്നറിയാം, നമ്മുടെ ശരീരത്തിന്റെ റൂഹെങ്ങാനും അല്ലാഹു വിളിച്ചാൽ, അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ റൂഹിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന ഞാനില്ല, ഈ ഇരിക്കുന്ന നിങ്ങളില്ല, നമ്മുടെ പേര് മാറുകയാണ്. പിന്നെ നമ്മളെ ബഹുമാനിച്ച് ഹാജിയരെ എന്ന് വിളിച്ചവര് ഹാജിയേര് എപ്പോഴാ പോകുക എന്ന് ചോദിക്കൂല, ഹാജിയേര് വരുന്ന നിസ്കാരം എപ്പോഴാ എന്ന് ചോദിക്കൂല. പിന്നെ എല്ലാവർക്കും ഒരേ ഒരു പേരാ, മയ്യത്ത് എന്നുള്ള പേരാണ്. മയ്യത്ത് എപ്പോഴാ എടുക്കുക, മയ്യത്ത് നിസ്കാരം എപ്പോഴാ, മയ്യത്ത് എപ്പോഴാ കബറമാടുന്നത്, നമ്മുടെ പേര് പോയി, നമ്മുടെ അഡ്രസ് പോയി, എല്ലാം നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോയി. ഈ ഭൂമിയിൽ
ഭൂമിയിലെ നമ്മൾ പടുത്തുയർത്തി നമ്മുടെ സാമ്രാജ്യമുണ്ടല്ലോ, നമ്മൾ കച്ചവടം ചെയ്തുണ്ടാക്കിയ സമ്പത്തുണ്ടല്ലോ, നമ്മൾ പലവരുമായി കണ്ടുമുട്ടി നമ്മൾ വാർത്തെടുത്തതായ ഈ നിലയും വിശത്തുമൊക്കെ എല്ലാം അവിടെ അവസാനിക്കുകയാണ്. ഇനി 3 കഷ്ണം തുണിയല്ലാതെ മറ്റൊന്നും നമുക്കില്ല. പക്ഷേ മനുഷ്യൻ ഇതൊന്നും ചിന്തിക്കുന്നില്ല. മനുഷ്യൻ ഓട്ടത്തിലാണ്. മനുഷ്യൻ അങ്ങ് ദുനിയവായ ചിന്തയോടുള്ളതായ വല്ലാത്ത ഭ്രമമാണ്. ജീവിത പ്രാരാബ്ദങ്ങളിൽ നാം വലിയ തിരക്കിലാണ്. ആഖിറത്തെ കുറിച്ചൊരു ചിന്തയുമില്ലാതെ മനുഷ്യൻ മാറുകയാണ്. പരിശുദ്ധ ഖുർആൻ ഉണർത്തിയില്ലേ, അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ ثم كلا سوف تعلمون. അൽഹാകും മനുഷ്യരായ മനുഷ്യർ മുഴുവനും ജോലിയായിരിക്കുന്നു. അത്തകാതുർ അവനെ ആർത്തി പിടിച്ചുകൊണ്ട് വാരിക്കൊള്ളുന്ന വിഷയത്തിൽ, അധികരിപ്പിക്കുന്ന വിഷയത്തിൽ, പൊങ്ങഞ്ഞം കാണിക്കുന്ന വിഷയത്തിൽ അവൻ ജോലിയായിരിക്കുന്നു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു ഇതിന്റെ തഫ്സീർ കാണാം. ദുനിയാവിനോടുള്ള പ്രേമം, ദുനിയാവിലുള്ള ആർത്തി കാരണം, ഭൗതികമായ ചിന്തയോടുള്ളതായ ഭ്രമം കാരണം മനുഷ്യനുണ്ടല്ലോ ആഖിറത്ത് മറക്കുന്നു, ഖബറുണ്ടെന്ന കാര്യം മറക്കുന്നു, മഹ്ശറുണ്ടെന്ന കാര്യം മറക്കുന്നു. അവൻ ദുനിയാവിന് വേണ്ടി പണിയെടുക്കുന്നവനാണ്. ഇത് തീരൂല കേട്ടോ, എത്ര കിട്ടിയാലും തീരൂല. പിന്നെ അവന്റെ ആർത്തി വീണ്ടും 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 ഭ്രമം കൂട്ടിക്കൊണ്ടേയിരിക്കും. ഹത്താ സുറത്തുൽ മഖാബിർ, ഖബറിലേക്ക് സിയാറത്ത് ചെയ്യുന്നത് വരെ, ഖബറടക്കുന്നത് വരെ ഈ മനുഷ്യന്റെ ആർത്തി നിൽക്കൂല. ഖബറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവനക്കൊന്നും ചെയ്യാനില്ല. ഈ ഭൂമിയിൽ അവൻ എന്ത് സമ്പാദിച്ചോ അതേ നാളെ ഖബറിൽ അവൻക്കുണ്ടാവുകയുള്ളൂ. നാളെ ഖബറിൽ ഉപകരിക്കുന്ന 3 അമലേ ഉള്ളൂ. മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മളത് പറഞ്ഞതാണ്. ഇദാ മാത ഇബ്നു ആദം ഫൻഖതി അമലുഹു ഇല്ലാ ബിസലാസ് ഇൽമുൻ നാഫിഉൻ യന്തബിഉ ബിഹി അസ്സദഖത്തുൻ ജാരിയത്തുൻ വസലവാൻ വലദുൻ സാലിഹ് യദഉ ലഹു. ഈ 3 എണ്ണമല്ലാത്ത മറ്റെല്ലാം മുറിഞ്ഞുകൊണ്ടാണ് ഈ ഭൂമിയിൽ നിന്ന് അവൻ പോകുന്നത്. അവൻ പഠിച്ച നാഫിയായ ഇൽമുണ്ടോ, അവൻ പകർന്നു കൊടുത്ത അറിവുണ്ടോ, ഖിയാമത്ത് നാൾ അവന്റെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും. അവൻ ജാരിയായ സദഖ ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്നൊന്നും നിലനിൽക്കുന്ന സദഖ ചെയ്തിട്ടുണ്ടെങ്കിൽ, പള്ളി നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ദീനിയായ സ്ഥാപനങ്ങൾക്ക് അവൻ ചുക്കാൻ പിടിച്ചിട്ടുണ്ട്, അതല്ലെങ്കിലോ എല്ലാ ജനങ്ങൾക്കും വന്നിരിക്കാനുള്ളതായ ഓരോ ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു കിണർ കുഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ ജാരിയായ സ്വതക്ക വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അവന്റെ ഖബറിലേക്കുണ്ട്. പിന്നെയോ അവനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സന്താന പരമ്പര അവൻ വാർത്തെടുത്ത മക്കളെ അവൻ നല്ല നിലക്ക് നോക്കിയിട്ട് ദീനിയായ ചിട്ടയിൽ വളർത്തിയിട്ട് എല്ലാ ലഹരി മാഫികളിൽ നിന്ന് അവന്റെ മക്കൾ രക്ഷപ്പെടുത്തിയിട്ട് ഒരു സംശുദ്ധ മകനായി മകളായി വളർത്തിയിട്ടുണ്ടെങ്കിൽ അവനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കള് ഇതല്ലാതെ മറ്റെല്ലാം ദുനിയാവോടുകൂടി അവസാനിക്കുന്നതാണ്. അതുകൊണ്ടല്ല അല്ലാഹ് പറഞ്ഞത്, കല്ലാ വേണ്ട കേട്ടോ, നിന്റെ ഈ ഓട്ടം വേണ്ട, ഈ ദുനിയാവിന് വേണ്ടിയുള്ളതായി ഭ്രമമുണ്ടല്ലോ അത് നിർത്തിക്കോ. സൗഫ തഅലമൂൻ, പിന്നീട് ഇതിന്റെയൊക്കെ ഭവിഷ്യത് നിനക്കറിയും, ഖബറിന്റെ അവസ്ഥ നീ അറിയും. തുമ്മ കല്ലാ സൗഫ തഅലമൂൻ, വീണ്ടും അല്ലാഹ് പറയട്ടല്ല വേണ്ട വേണ്ട, സൗഫ തഅലമൂൻ, ദുനിയാവ് മാത്രം ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള അവസ്ഥ നീ കണ്ണാലെ കണ്ടറിയും കേട്ടോ. അതുകൊണ്ട് വെറും ദുനിയാവിന്റെ പിറകെ നടക്കേണ്ട. നിനക്കുള്ള അവസരങ്ങൾ നൽകിയത് നാളെ ആഖിറ വിജയത്തിന് വേണ്ടിയാണ്. അതിനു വേണ്ടി പണിയെടുത്തോ. അതിനുവേണ്ടി അല്ലാഹ് നൽകിയതാണ് പരിശുദ്ധ റമദാനിനെ. അതിനുവേണ്ടി അല്ലാഹുവിന്റെ റസൂൽ നൽകിയതാണ് പരിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങളെ. അത് ഇതാ ഇവിടെ കൊഴിഞ്ഞു പോവുകയാണ്. ഇതൊന്നും മനസ്സിലാകാതെ നീ ദുനിയാവിനെ മാത്രം പ്രേമിച്ച് നടക്കല്ല, സമ്പത്തിന്റെ പിന്നാലെ മാത്രം പോവല്ല എന്ന് പരിശുദ്ധ ഖുർആൻ ഓർക്കുകയാണ്.
പ്രിയമുള്ളവരെ, രണ്ട് തവണയാണ് പരിശുദ്ധ ഖുർആൻ എന്ത് പറയുമ്പോഴും ആറ്റിക്കുറിച്ച് പറയുന്ന പരിശുദ്ധ ഖുർആൻ രണ്ട് തവണ നമുക്ക് വാണിംഗ് നൽകിയിട്ട് കല്ലാ സൗഫതലമുൻ, വേണ്ട ഇപ്പണി വേണ്ട, അറിയാൻ പോകുന്നുണ്ട്. സുമ്മ കല്ലാ സൗഫതലമുൻ, പിന്നെ പറഞ്ഞു വേണ്ട കേട്ടോ വേണ്ട. ഇങ്ങനെ രണ്ട് തവണ നമുക്ക് വാണിംഗ് നൽകിയിട്ടുണ്ട്. ഈ ദുനിയാവ് അദ്ദുനിയാ ഹൽവത്തുൻ ഹവറ, ദുനിയാവ് മധുരമുള്ളതാണ്, പച്ച പിടിച്ചതാണ്. അതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നിന്റെ ആഖിറ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഈ ദുനിയാവിന്റെ ഓട്ടം നീ നിർത്തണമെന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ്. അത്രമേൽ വിശകരമായ അവസ്ഥയാണ് കബറിലുള്ളത്. ഫാത്തിമാ ബിൻത് അസദ് റളിയല്ലാഹു അൻഹു, മുഖറിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പോറ്റുമ്മയാണ്. അമീന ബീവി റളിയല്ലാഹു അൻഹാ 6ാമത്തെ വയസ്സിൽ ആ പിഞ്ചു പൈതലിനെയും വിട്ടുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ പിന്നീട് നബി തങ്ങളെ പോറ്റി വളർത്തി ഉമ്മയാണ് ഫാത്തിമ ബിൻത് അസദ് എന്ന് പറയുന്നത്. മഹാനായ അലി റളിയല്ലാഹു അൻഹു ഉമ്മയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പോറ്റുമ്മ. നബി തങ്ങളെ നന്നായി സംരക്ഷിച്ചതവരാണ്. വഫാത്തായതിനു ശേഷം വളർത്തിയ പോറ്റുമ്മയാണ്. അവർ വഫാത്തായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ മയ്യത്തിന്റെ അടുത്ത് വരികയാണ്. ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ അടുത്ത് വന്നിരിക്കുകയാണ്. എന്നിട്ടതാ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, റഹിമകില്ലാഹു യാ ഉമ്മീ, എന്റെ ഉമ്മ, അങ്ങേക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. കുന്തു ഉമ്മി ബഅദ ഉമ്മി, എന്റെ ഉമ്മാക്ക് ശേഷം എന്നെ വളർത്തിയ പോറ്റുമ്മയാണ് തങ്ങൾ. നിങ്ങൾക്ക് വിശപ്പുണ്ടായപ്പോഴും ആ വിശപ്പൊക്കെ മാറ്റിവെച്ചിട്ട് എന്റെ വിശപ്പടക്കിയവരാ, എനിക്ക് ഭക്ഷണം നൽകിയവരാണ്. അങ്ങേക്ക് പുതിയൊരു വസ്ത്രം ആവശ്യമുണ്ടായിട്ട് പോലും പഴയത് ധരിച്ചിട്ട് എനിക്ക് പുതിയ വസ്ത്രം നൽകിയതാണ്. ഒരു കുട്ടി എന്ന നിലയ്ക്ക് എന്നെ സംരക്ഷിച്ചതാണ്, എന്നെ സന്തോഷിപ്പിച്ചതാണ്. ഒരു നല്ല ഭക്ഷണം കിട്ടിയാൽ അത് കഴിക്കാതെ സ്വന്തം ശരീരം തടഞ്ഞു വെച്ചിട്ട് എന്നെ ഭക്ഷിപ്പിച്ച ഉമ്മയാണ്. അങ്ങിതുകൊണ്ട് അല്ലാഹുവിന്റെ തൃപ്തിയും ആഖിറ വിജയവും മാത്രമാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ ഉമ്മ, അങ്ങേക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മാത്രമല്ല സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ ഖബർ കുഴിക്കുമ്പോ അവരുടെ ഖബർ തയ്യാറാക്കുന്നതിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ എത്തിപ്പെടുകയാണ്. മദീനയിലാണ് ഖബറുള്ളത്. ഹിജ്റയ്ക്ക് ശേഷം മദീനയിൽ ജന്നത്തുൽ ബഖീയിലാണ് ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ ഖബറുള്ളത്. ആ ഖബറിൽ വന്നിട്ട് അവിടെയുള്ള ആ ഖബർ കുഴിക്കുന്ന ജോലിയിൽ നബി തങ്ങൾ ഏർപ്പെടുന്നു. അവിടുത്തെ മണ്ണുമാരാൻ ഏർപ്പെടുകയാണ്. എന്നിട്ടോ ആ ഖബറിൽ മയ്യത്ത് കിടക്കുന്നത് പോലെ കിടക്കുകയാണ്. നോക്കൂ എന്റെ മുഅ്മിനീങ്ങളെ, ആ ഉമ്മാക്ക് ഇതിനേക്കാൾ കിട്ടുന്ന വലിയ എന്തെങ്കിലും നേട്ടമുണ്ടോ? ലോകത്തിന്റെ രാജകുമാരനാണ് ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹു. ഈ കുട്ടിയെ പരിപാലിക്കുമ്പോ ഇത് പ്രവാചകനാകുമെന്നുള്ളതായ അറിവില്ലല്ലോ. ഒരു കുട്ടിയെ സംരക്ഷിച്ചതാണ്. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആ ഖബറിൽ മയ്യത്ത് കിടക്കുന്നത് പോലെ കിടന്നിട്ട് അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹുല്ലദീ യുഹ്യീ വയുമീത്, അല്ലാഹുവേ, നീയാണ് ജീവിപ്പിക്കുകയും മരിക്കുകയും ചെയ്യുന്നവൻ. നീ എന്നും ജീവിക്കുന്നവനാണ്. ലാ യമൂതു, നിനക്ക് മരണമില്ല. എന്റെ ഉമ്മാക്ക് നീ പുറത്തു കൊടുക്കണം അല്ലാഹ്. ഫാത്തിമ ബിൻത് അസദിന്റെ ഉമ്മയായ വീട്ടുമ്മയായ ഫാത്തിമ ബിൻത് അസദിന് പുറത്തു കൊടുക്കണം അല്ലാഹ്. വലത്തിൻഹാ, ആ ഉമ്മാക്ക് നീ തൽഖീൻ പറഞ്ഞു കൊടുക്കണം അല്ലാഹ്. ഉച്ചത്തകാരകിയ ജവാബൊക്കെയും നീ പറഞ്ഞു കൊടുക്കണം അല്ലാഹ്. വവസ്സി അലൈഹാ മദ്ഖലഹാ, ഉമ്മയെ പ്രവേശിക്കുന്ന ഈ ഖബറിനെ നീ വിശാലമാക്കണം അല്ലാഹ്. ഹബീബായ നബി തങ്ങൾ ദുആ ചെയ്യുകയാണ്. കാരണം എന്താ?
അവരിന്റെ അവസ്ഥ അത്രയും പ്രയാസകരമാണ്. ഖബർ ജീവിതം എന്നുള്ളത് വലിയ പ്രയാസം നേരിടുന്ന ഖിയാമത്ത് നാളെ തുറന്ന കാലത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഊതുന്നത് വരെ നമ്മുടെ ഈ അങ്ങോട്ടുള്ളതായ ജീവിതം ഖബറിലാണ്. അത് ദുസ്സഹായമായ അവസ്ഥയാണ്. നാം എപ്പോഴാണ് നമുക്കായി ഒരുക്കപ്പെടുന്ന ഖബറിലേക്ക് എത്തുക എന്ന് പറയാനാവില്ലല്ലോ. ഏത് സമയത്തും പള്ളിയുടെ മിഹ്റാബ് എന്നുകൊണ്ട് വിളിച്ചു പറയാം. ഖബർസ്ഥാനിൽ ആള് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നാളെ നമ്മൾ പോവേണ്ടത് ഖബർസ്ഥാനിലേക്കാണ്. ഒരിക്കലുണ്ടല്ലോ ഏതൊരു ഉൽപ്പന്നം വിൽക്കാൻ വന്ന മനുഷ്യൻ ഇബ്രാഹിം റളിയല്ലാഹുവിനോട് ചോദിച്ചു, എവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുള്ളത്? അങ്ങനെ അതാ ഇബ്രാഹിം അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒരു പള്ളിയുടെ മഖബറിലെത്തിയപ്പോ അങ്ങോട്ട് ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളത്. ഏത് മാർക്കറ്റിൽ പോയാലും വൈകുന്നേരമാകുമ്പോൾ ആളുകൾ പിരിഞ്ഞു പോകും. ചില സമയത്ത് ആളുകൾ ഉണ്ടാകും, ചില സമയത്ത് ആളുകൾ കുറയും. എന്നാൽ ഇവിടെ വന്നവരാരും പിന്നീട് തിരിച്ചു വന്നിട്ടില്ല, തിരിച്ചു പോയിട്ടില്ല. ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളത് ഈ ഖബർസ്ഥാനിലാണ്. അതുകൊണ്ട് നമ്മുടെ ആഖിറത്തിന്റെ വിജയത്തിന് ആവശ്യമായ ഒരുക്കങ്ങൾ നമ്മൾ പൂർത്തിയാക്കണം. അതാണ് രക്തചുരുക്കം പറഞ്ഞു വരാനുള്ളത്. ഒപ്പം ജീവിതത്തിൽ ഉണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾ കഴുകി ശുദ്ധിയാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതായി പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ പരിശ്രമം ഉണ്ടാവുകയും വേണം. അതിന് അനുയോജ്യമായ ദിവസങ്ങളും ദിനരാത്രങ്ങളുമാണ് നമ്മൾ ഇന്ന് കഴിഞ്ഞു പോകുന്നത്. പുണ്യമാക്കപ്പെട്ട ഇന്നലത്തെ 27-ാം രാവിന്റെ രാപ്പകലില് ഒരുപാട് ആളുകൾ പള്ളിയിൽ വന്നുകൊണ്ട് എഴുത്തുകാപ്പിരുന്നു. ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി തൗബ ചെയ്തു, ഇസ്തിഗ്ഫാർ ചെയ്തു. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഈ റമദാൻ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഇനി നമ്മുടെ മുമ്പിലുള്ളത് മഹത്തരമായ 29-ാം രാവാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. നാളത്തെ സൂര്യാസ്തമനത്തോടുകൂടി 29-ാം രാവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാവുന്ന അവസാനത്തെ രാത്രി മാത്രമല്ല, ചിലപ്പോ റമദാനിന്റെ അവസാന രാത്രിയുമായിരിക്കും. നമുക്കറിയാമല്ലോ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നമുക്ക് പഠിപ്പിച്ചു തന്നല്ലോ, വഇദാ കാന ആഖിറു ലൈലതി അഅതഖല്ലാഹു ബിഹദ്മിൻ മളാ. റമദാനിന്റെ അവസാനത്തെ രാത്രി, റമദാന്റെ എല്ലാ രാത്രിയിലും അല്ലാഹു ലക്ഷോപലക്ഷം ആളുകൾക്ക് മോചനം നൽകുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്ന ലക ഫീ കുല്ലി ലൈലത്തിൻ മിൻ ലയാലി മിൻ ശഹ്ർ റമദാൻ വതഖാഅ വതുലഖാഅ വഖുലസാഅ വഉമനാഅ മിനൻ നാർ. നമ്മളെന്നും തറാവീഹ് ദുആ ചെയ്യാറുണ്ടല്ലോ. റമദാനിൽ ഓരോ ലക്ഷോപലക്ഷം ആളുകൾക്കാണ് പുറത്തു കൊടുക്കുന്നത്. ഒക്കെ ഒരേ അർത്ഥം തന്നെയാണ്, മോചിപ്പിക്കുക അല്ലെങ്കിൽ രക്ഷപ്പെടുത്തുക, അഭയം പ്രാപിക്കുക, മോചനം നൽകുക. ഈ അർത്ഥമെല്ലാം ഏതൊരർത്ഥത്തിലാണെങ്കിലും ആ ലക്ഷോപലക്ഷം ആളുകൾ മോചനം നൽകുമ്പോ പരിശുദ്ധ റമദാന്റെ അവസാനത്തെ രാത്രി ഉണ്ടല്ലോ, അത് 29-ാം രാവിനാണ് ഉറപ്പ് പറയാൻ കഴിയില്ല. ഇനി മാസം കണ്ടില്ലെങ്കിൽ റമദാൻ 30 ഉണ്ടാകും. അപ്പോൾ 30-ാം രാവിനാണ് റമദാന്റെ അവസാന രാത്രി എന്നുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെയും പരിശുദ്ധ റമദാനിലെ മഹത്തരമായ ദിവസങ്ങളാണ്. സാധാരണഗതിയിൽ 27-ാം രാവ് കഴിഞ്ഞാൽ പിന്നെ ജമാഅത്തിന് ആളുകളില്ല, തറാവീഹിന് ആളുകളില്ല, ഖുർആൻ പാരായണം ചെയ്യാൻ ആളുകളെ കാണുന്നില്ല. പിന്നെ പെരുന്നാളിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനിയും നമ്മുടെ മുമ്പിൽ ഈ ദിവസങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയല്ല. കാരണം എന്താ, റമദാന്റെ അവസാന രാത്രി ഉണ്ടല്ലോ, റമദാനിലെ ഓരോ ദിവസവും ലക്ഷം ആളുകൾ അല്ലാഹു നരകമോചനം നൽകുന്നുണ്ടെങ്കിൽ റമദാനിന്റെ അവസാനത്തെ ദിവസമുണ്ടല്ലോ, അവസാനത്തെ രാവിലുണ്ടല്ലോ, റമദാൻ 1 മുതൽ ഈ അവസാന ദിവസം വരെ എത്ര മനുഷ്യന്മാർക്ക് അല്ലാഹു മോചനം നൽകിയോ അത്രയും ആളുകൾക്ക് വീണ്ടും അല്ലാഹു മോചനം നൽകുമെന്നാണ്. അഥവാ ഒന്നാമത് റമദാൻക്ക് 1 ലക്ഷം ആൾക്ക് മോചനം നൽകിയിട്ടുണ്ടെങ്കിൽ, രണ്ടാമത് റമദാൻക്ക് 3 ലക്ഷം ആൾക്ക് മോചനം നൽകിയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒന്നാമത് നോമ്പ് മുതൽ അവസാന നോമ്പ് വരെ എത്ര ആളുകൾക്ക് അല്ലാഹു മോചനം നൽകിയോ അത്രയും ആളുകൾക്ക് അല്ലാഹു മോചനം നൽകുന്ന രാത്രിയാണ് റമദാന്റെ അവസാനത്തെ രാത്രി. ഇനി പെരുന്നാളാവാണെങ്കിലോ
ദുആ കൊണ്ട് ഇജാബത്ത് കിട്ടുന്ന ഏറ്റവും മഹത്തരമായ രാത്രികളുടെ കൂട്ടത്തിൽ ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിയ പ്രഥമ രാത്രിയാണല്ലോ പെരുന്നാൾ രാവ് എന്നുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ അങ്ങോട്ട് ഓഫറാണ്, മുസ്ലിമിന് ചാകരയാണ്, നഷ്ടപ്പെടുത്തി കളയരുതേ. സത്യസന്ധമായ വിവാദത്തുമായി ധന്യമാവണം. നമ്മുടെ തൗബയിലും നിർത്താനായിട്ടില്ല. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. ഒരാൾക്കും നിരാശ വേണ്ട. മനസ്സ് തുറന്ന് റബ്ബിനോട് ഏറ്റുപറഞ്ഞ റബ്ബ് സ്വീകരിക്കും. മഹാനായ കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു ചരിത്രം കൂടി പറഞ്ഞു നിർത്താം. മഹാനായ സുഹൈർ റളിയല്ലാഹു അൻഹു ആരാണ്? സുഹൈർ റളിയല്ലാഹു എന്നറിയുമോ? ഇസ്ലാമിനെതിരെ പ്രവർത്തിച്ചതിന്റെ പേരിൽ, രാജ്യദ്രോഹം കുറ്റം ചെയ്തതിന്റെ മേൽ വധശിക്ഷയ്ക്ക് വിധേയപ്പെട്ടതായ സുഹൈർ റളിയല്ലാഹു അൻഹു. ആ സുഹൈർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളായിരുന്നു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിക്കുകയാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സഹായത്തോടുകൂടി വേഷ കണ്ടാൽ വെട്ടിക്കൊല്ലാൻ വേണ്ടി വിധിച്ച വ്യക്തിയായിരുന്നു സുഹൈർ റളിയല്ലാഹു അൻഹു. അങ്ങനെ വേഷപരിവനായി കൊണ്ടുണ്ടല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തുകയാണ്. മഹാൻ പറഞ്ഞല്ലോ, ഉംബീതു അന്ന റസൂലല്ലാഹി വഅദനി വൽ അഫവ ഇൻദ റസൂലില്ലാഹി മഖബൂലു. വിവരം അറിയിച്ചിട്ടുണ്ട് അന്ന റസൂലുള്ളാഹ്, തീർച്ചയായും അല്ലാഹുവിന്റെ റസൂൽ വിവരം അറിയിച്ചു. എനിക്കെതിരെ ശിക്ഷ നടപ്പിലാക്കാൻ, എനിക്ക് വധശിക്ഷ വിധിക്കപ്പെട്ടിട്ടുണ്ട് അല്ലാഹുവിന്റെ റസൂൽ. പക്ഷേ വലഅഫു ഇൻദ റസൂലില്ലാഹി മഖബൂലു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധി എത്തിയിട്ട് ഞാൻ മാപ്പ് നേടുകയാണ്. വലിയ പ്രതീക്ഷ നൽകുന്ന മാപ്പ് നേടിയപ്പോ അല്ലാഹു റസൂൽ അവിടുന്ന് ആ മനുഷ്യന് മാപ്പ് നൽകുകയാണ്. അല്ലാഹു റസൂൽ മാപ്പ് നൽകുക എന്ന് പറഞ്ഞാൽ അല്ലാഹു മാപ്പ് നൽകുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വധശിക്ഷ നിരൂപിക്കപ്പെട്ട് കാഫിറായി മരിച്ചു പോകാൻ തയ്യാറായിരുന്ന സുഹൈർ എന്ന് പറയുന്ന ആ സ്വഹാബി റളിയല്ലാഹു അൻഹു എന്ന പദവിയിലേക്ക് മാറി. അല്ലാഹു അദ്ദേഹം ചെയ്തതായ തെറ്റുകൾ പുറത്തു കൊടുത്തു, ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അങ്ങനെ സുഹൈർ റളിയല്ലാഹു അൻഹുവായി മാറി. നബി തങ്ങളുടെ ആ ഒരു ഉമ്മത്തിൽ ചേരാൻ അല്ലാഹു ഭാഗ്യം കൊടുത്തു. അത്രക്കൊന്നും തെറ്റൊന്നും നമ്മൾ ചെയ്തിട്ടില്ലല്ലോ, ഒരു ദ്രാഹയോ കുറ്റമൊന്നും നമ്മൾ ചെയ്തിട്ടില്ലല്ലോ, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടാൻ കഴിയുന്ന തെറ്റ് നമ്മുടെ ഭാഗം ഉണ്ടായിട്ടില്ലല്ലോ. ആ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർക്ക് പോലും അല്ലാഹു മാപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു നമുക്ക് മാപ്പ് നൽകും. പക്ഷേ നമ്മുടെ തൗബയും നമ്മുടെ ഇസ്തിഗ്ഫാറും ആത്മാർത്ഥമായിരിക്കണം. അതോടൊപ്പം തന്നെ സാധുക്കളോട് വിഷമിക്കുന്നവരോട് കരുണ ചെയ്യണം, അവരെ സന്തോഷിപ്പിക്കണം. പെരുന്നാൾ വരുമ്പോ നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ നല്ല വസ്ത്രമൊക്കെ വാങ്ങിക്കൊടുക്കും. ആ സമയം നമ്മുടെ വീടിന്റെ അയൽപക്കങ്ങളിൽ വിഷമിച്ച് കഴിയുന്ന, സഹായ ഹസ്തങ്ങൾ തേടിക്കൊണ്ട് കഴിയുന്ന കുടുംബമുണ്ടെങ്കിൽ അവരുടെ മുമ്പിലൂടെ നമ്മുടെ മക്കൾ പുതുവസ്ത്രമിട്ട് ഇങ്ങനെ നടക്കുമ്പോ അവരുടെ കണ്ണങ്ങാനും വന്ന് വിഷമിച്ചാൽ അതിന്റെ അവസരങ്ങൾ ഉണ്ടാകരുത്. നമ്മൾ കാരണം ഏതൊരു മനുഷ്യന്റെയും കണ്ണുണ്ടല്ലോ, ആ കണ്ണിനെ തുറപ്പിക്കാൻ, കുളിർമയേകാൻ നമുക്ക് സാധ്യമാവണം. അത്തരത്തിലുള്ള പ്രവർത്തനം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അതുവഴി റബ്ബ് നമ്മളോട് കരുണ ചെയ്യും, നമ്മെ സന്തോഷിപ്പിക്കും, നമ്മുടെ അമലുകൾ സ്വീകരിക്കാൻ കാരണമാകും. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിന് ഫിത്ർ സക്കാത്ത്, ആ ഫിത്ർ സക്കാത്ത് പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് തന്നെ കൊടുത്തു കിട്ടാൻ വേണ്ടി ശ്രമിക്കുക. പെരുന്നാളിൽ വരുമ്പോ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് നമ്മുടെ പോക്കറ്റിൽ നിറച്ചിട്ട് വേണം. പരിശുദ്ധ റമദാനിൽ നമ്മുടെ സുഹൃത്തിന് വേണ്ടി, സക്കാത്തിന് വേണ്ടി എടുത്തു വെച്ച പണമുണ്ടല്ലോ, അത് കൊടുക്കേണ്ടവർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പെട്ടിയിൽ എന്താണോ അവശേഷിക്കുന്നത് അത് നമ്മുടെ പോക്കറ്റിട്ട് വരണം. എന്നിട്ട് പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവർക്കും മുസാഫഹത്ത് നടത്തണം. മുസാഫഹത്ത് സുന്നത്താണല്ലോ. പെരുന്നാൾ ആശംസ നേരണം. അതിൽ അവശരായ ആളുകൾ ഉണ്ടാകും, രോഗികളായ ആളുകൾ ഉണ്ടാകും, പണക്കാരുണ്ടാകും, ആലിമീങ്ങളുണ്ടാകും, കുട്ടികളുണ്ടാകും. എല്ലാവരെയും മുസാഫഹത്ത് നടത്തിയിട്ട് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്തു കൊടുത്തിട്ട് ആ പെരുന്നാളിനെ
സന്തോഷപൂരിതമായിരിക്കണം. വിഷമിക്കുന്നവർക്ക് മുഴുവനും സന്തോഷമായിരിക്കണം. കുടുംബ ബന്ധങ്ങൾ ചേർക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. ഉറ്റവർ പള്ളിക്കാട്ടിലുണ്ട്, അവരുടെ ഹദറത്ത് ചെന്നുകൊണ്ട് ഒരു സലാം പറയാൻ, അവർക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതാൻ, അവർക്ക് വേണ്ടി ഒന്ന് കരങ്ങളൊരു ദുആ ചെയ്യാൻ. നിങ്ങളെ പെരുന്നാൾ വന്നാലും എന്ത് തന്നെയായാലും നമ്മളെ കൊണ്ട് കഴിയുന്ന നന്മകളൊക്കെ ചെയ്യുക. അതാണ് ആഘോഷം എന്നുള്ളത്. അതല്ലാതെ ഒരുപാട് അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ ചെയ്യലല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ റമദാനിൽ ഇനിയും ധാരാളം നന്മകൾ ചെയ്യാൻ, ഇനിയും ധാരാളം ഖുർആൻ ഓതാൻ, ഇനിയും ധാരാളം ഇഅ്തികാഫിരിക്കാൻ, ഇനിയും ധാരാളം സുബ്ഹുകൾ നൽകാൻ, ഇനിയും ധാരാളം ജമാഅത്തുകൾ പങ്കെടുക്കാൻ, ഇനിയും നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്ന യാഥാർത്ഥ മുത്തഖീകൾ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധ റമദാൻ ചെയ്തതായ മുഴുവൻ നന്മകളും അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹ് ജീവിക്കുന്ന കാലമത്രയും അല്ലാഹുവിന്റെ താഅത്തിലും അല്ലാഹുവിന്റെ തൃപ്തിയുമായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് പെരുന്നാൾ നിസ്കാരം കൃത്യം 8 മണിക്ക് തന്നെ ആരംഭിക്കും. എല്ലാ ആളുകളും ആ സമയമാകുമ്പോഴേക്കും പള്ളിയിൽ എത്തിക്കണമെന്ന സമയം നടത്തുകയാണ്. ഇൻഷാ അല്ലാഹ് മയ്യിത്ത് നിസ്കരിക്കാൻ